ചില ഗൂഢാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് 48 മണിക്കൂർ. ഇത്രയും പെട്ടെന്നൊരു ആക്രമണം ഞങ്ങളും പ്രതീക്ഷിച്ചില്ല. പരാതിയുമായി ഇതുവരെ ആരും വന്നിട്ടില്ല. അതിലൊരു ചതിയില്ലേ? എന്ത് ചതി? മടിയിൽ കനമുള്ളവൻ പേടിക്കണം. അതാണോ ഈ താരസംഘടനയടക്കം വായ തുറക്കാത്തതിന് കാരണം? I feel something fishy. സിനിമാ രംഗത്തെ സ്ത്രീകളെ ഒന്നടങ്കം അപമാനിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്ന ഒരു കാഴ്ച. ചേട്ടൻ വിഷമിക്കണ്ട ചേട്ടാ, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ ഇത് അടുത്ത സെക്കൻഡ് ഇത് പിന്നെ യൂട്യൂബിൽ ഇടുകയാണ്, അതിന് താഴെ വന്ന ആളുകൾ വിളിക്കുന്ന തെറി കേൾക്കണം. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. അതായത് ഈ മലയാള സിനിമയില് എല്ലാവരും ബലാത്സംഗ വീരന്മാർ, എല്ലാ സ്ത്രീകളും പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരാള് പോലും ഇവിടെ പിന്നെ കഴിവിൽ വിജയിച്ചു വന്നവരില്ല എന്ന രീതിയിലല്ലേ ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആരാ മുടക്കിയെന്ന് വല്ല സൂചനയും കിട്ടിയോ? ഇല്ല, ഏതോ തന്തിയില്ലാത്തവനാണെന്നറിയാം. ഇവിടെ ഭേദമാകാത്ത അസുഖങ്ങളുള്ള ചില അലവലാദികളെ ചികിത്സിക്കാൻ എവിടുന്നാണാവോ ഡോക്ടറെ കൊണ്ടുവരേണ്ടത്? അങ്ങനെയല്ല, ചിലർ ഇവിടെ ഏതോ ചിലർ ചെയ്ത, പക്ഷെ ആ ചിലർ ആരാണെന്ന് ഈ റിപ്പോർട്ടിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വളരെ വളരെ മുമ്പോട്ട് പോയി കഴിഞ്ഞു. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഒരുത്തിനെയും ഞങ്ങൾ വെറുതെ വിടില്ല. ഇന്ന് നടിക്കെതിരെ ഒരു സംഭവം, വളരെ ദാരുണമായ ഒരു സംഭവം നടന്നപ്പോ ഞങ്ങൾ എല്ലാരും അവളോടൊപ്പം നിൽക്കുകയും അതുകൊണ്ട് ഇടപ്പള്ളി തറവാട്ടി വന്ന് ഈ പാലാരിവട്ടം പിരിപ്പോസ് കള്ളം പറയില്ല. സിനിമ ഇൻഡസ്ട്രി അല്ല, കേരളം മുഴുവൻ നിന്നു. അതെ അതെ അതെ. അല്ലെങ്കിലോ ആണെങ്കിലോ അല്ലാന്ന് അതെന്ന് എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. മാധ്യമങ്ങൾ നിന്നു, പൊതുജനങ്ങൾ നിന്നു. PT തോമസ് വഴി ഈ കേസ് പുറത്തേക്ക് വന്നു. ചുമ്മാ കിടന്ന് തർക്കിക്കാന്ന് മനുഷ്യന്മാര്. ബാക്കിയുള്ളവരൊക്കെ മത്തായി കുട്ടിമാരല്ലേ? അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തേങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ഞാൻ ആരെ മകൻ തൊട്ടിയാണെന്ന് അറിയാവില്ല. മോത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്തിനാ വിളിച്ചു പറയുന്നത്? കള്ളം. നിങ്ങൾക്കിത് കേട്ടു നിൽക്കാൻ ഭ്രാന്തുണ്ടോ? ഇതിന് തലയ്ക്ക് സ്ഥലമില്ല. നിങ്ങൾ കുറച്ചുപേർ നിന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട ആളല്ല ഞാൻ. വെരി സോറി അപർണ. ഞാൻ വെറും കൊച്ചാണെന്നൊന്നുമല്ല. എനിക്ക് താല്പര്യമില്ല നിങ്ങൾ സംസാരിക്കാൻ. നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചു വിട്ടിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. വ്യക്തമായ കാരണം ഞങ്ങൾ പോവില്ല. എനിക്ക് പറയാൻ കാരണങ്ങളില്ല. ഇനി ഒന്നും ഞാൻ പറയില്ല. ഇല്ല പപർണ, വെരി സോറി. ഞാൻ പിന്മാറുകയാണ്. വെരി സോറി. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് താൻ എന്നെ അവമാനിച്ചതിന് തന്നെ ഞാൻ വെറുതെ വിടത്തില്ല. സത്യം, എന്റെ പരമാര മുത്തിയാണ് സത്യമേ. ചെവി നുള്ളിക്കോ.